നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ജപ്പാനിലുള്ള ഒരു അണ്ടർപാസിലെ ചെറിയൊരു പ്രത്യേകത നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അണ്ടർപാസിൽ മാത്രമല്ല, ഈവൻ ഇവിടെ നമ്മുടെ ഈ സിഗ്നലിൽ ഒക്കെ ഇത് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന അണ്ടർപാസ്. കണ്ടോ, മേലെ കൂടെ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ടോ? ഇതിന് മേലെ ഏകദേശം 4 ലൈനാണ് പാസ്സാവുന്നത്. രണ്ട് സൈഡിലെ റോഡുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് ചെറിയ ബ്രിഡ്ജ് ഇതിന് മേലെ കൂടെ ഉണ്ട്. ഇപ്പുറമുണ്ട്, അപ്പുറത്തും ഉണ്ട്. ഈ സൈഡിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ അത് അത്ര ക്ലിയർ ആകില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ അണ്ടർപാസിൻ്റെ അങ്ങേ സൈഡിലേക്ക് പോകും. അവിടെ നമുക്കത് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഈ അണ്ടർപാസിൻ്റെ അടിയിൽ കടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടി സൈഡിൽ നടക്കാനുള്ളൊരു പാതയാണ്. ഈ സ്റ്റെപ്പിൽ നിരപ്പായ പ്രതലം കണ്ടോ? ഒരു സൈക്കിളുമായിട്ട് വരുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് സൈക്കിൾ ഇറക്കി കൊണ്ടുപോകാനും കയറ്റി കൊണ്ടുപോകാനുള്ളൊരു പാത്താണ്. അങ്ങനെ നമ്മളതിൻ്റെ ഇങ്ങേ സൈഡിൽ എത്തിയിരിക്കുകയാണ്. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഈ സംഭവം മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, താഴത്തുനിന്ന് കയറി പോകുന്ന വണ്ടികൾക്ക് ഉണ്ടോ 2 ലൈനുണ്ട്, മേലെ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾക്ക് 1 ലൈനുള്ളൂ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റീസൺസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് താഴത്തുനിന്ന് കയറി പോകുമ്പോൾ ചില വണ്ടികൾ സ്പീഡ് കൂടി കയറിപ്പോകും, അതൊരു റീസൺ. ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അണ്ടർപാസ് കയറിയ ഉടനെ ലെഫ്റ്റിലേക്കും ടേൺ ഉണ്ട്, റൈറ്റിലേക്കും ടേൺ ഉണ്ട്, സ്ട്രൈറ്റും പോകാം. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന വണ്ടികളെല്ലാം ലെഫ്റ്റ് സൈഡിൽ കയറും, റൈറ്റ് സൈഡിലേക്കും നേരെ പോകേണ്ട വണ്ടികൾ ആ നടുക്കുള്ള ലൈനിൽ കിടക്കും. അപ്പോൾ അത് കഴിഞ്ഞ് യെല്ലോ ലൈൻ, അതിൻ്റെ അപ്പുറത്ത് കണ്ടോ മേലെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾക്കെല്ലാം ഒറ്റ ലൈനേ ഉള്ളൂ. അത് റൈറ്റിൽ നിന്ന് വന്നാലും ലെഫ്റ്റിൽ നിന്ന് വന്നാലും സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന വണ്ടികളാണെങ്കിലും ചെറിയൊരു ലൈനേ ഉള്ളൂ. ആ ലൈൻ വഴി അവർ താഴോട്ട് വരണം. അതേപോലെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വണ്ടികൾക്ക് അണ്ടർപാസ് കഴിഞ്ഞ് കയറ്റമാണല്ലോ, അന്നേരം അവർക്ക് റോഡിന് വീതി കൂടും. അവിടെ ഇതേപോലെ ലെഫ്റ്റ് ടേൺ ഉണ്ടെങ്കിൽ ഒരു സൈഡ് ലെഫ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഈ സ്ട്രൈറ്റ് പോകുന്ന വണ്ടികൾക്ക് തന്നെ 2 ലൈനായിട്ട് കിട്ടും. അപ്പോൾ സ്പീഡിൽ വരുന്ന വണ്ടികൾ റൈറ്റ് സൈഡിൽ കയറി പോവുകയും മെല്ലെ വരുന്ന വണ്ടികൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഒതുങ്ങി അങ്ങനെ കയറി പോവുകയും ചെയ്യും. ബാംഗ്ലൂർ ആണെങ്കിൽ ഒരുപാട് വർഷത്തെ അണ്ടർപാസുകളിൽ ഒരുപാട് സമയം ബ്ലോക്കിലും ട്രാഫിക്കിലും ഈ പറയുന്ന ലോറിയും ബസ്സും സ്പീഡ് വ്യത്യാസത്തിലൊക്കെ പോയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. നമ്മുടെ നാട്ടിലെ റോഡുകളിൽ ഇതൊക്കെ എന്ന് വരുമെന്ന് നമുക്കറിയില്ല, പ്രതീക്ഷിക്കാം. അങ്ങനെയൊക്കെ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് നമ്മൾ റോഡുകളും അണ്ടർപാസുകളും പ്ലാൻ ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ഇത് അണ്ടർപാസിൽ മാത്രമല്ല, ഈവൻ സിഗ്നലിലും നമുക്കിത് കാണാം. അപ്പോൾ സിഗ്നലിൽ എന്താണ് പ്രത്യേകത നോക്കാം. ഇതേപോലെ സിഗ്നലിൽ നിൽക്കുന്ന വണ്ടികൾക്ക് 2 ലൈൻ ഉണ്ട്. ഒരു ലൈൻ വന്നിട്ട് ലെഫ്റ്റിലേക്ക് പോകുന്ന വണ്ടികൾ, ഇനിയൊരു ലൈൻ നേരെ പോകാനും റൈറ്റിലേക്ക് പോകാനുമായിട്ട്. ഇനിയൊരു പ്രത്യേകത ശ്രദ്ധിച്ചോ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഈ വഴികളിലേക്ക് കയറുന്ന വണ്ടികൾക്ക് ഒറ്റ ലൈനേ ഉള്ളൂ, അവർക്ക് 2 ലൈനില്ല. ഇത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ജപ്പാനിലെ എല്ലാ സിഗ്നലിലും. സിഗ്നൽ ഇത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലുള്ള സിഗ്നലിനെക്കാട്ടി കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 3-4 കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ഇപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. മറ്റൊരു സാഹചര്യത്തിൽ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അണ്ടർപാസിൻ്റെ പ്രത്യേകത സംസാരിക്കാൻ വന്നതാണ്. അണ്ടർപാസിൻ്റെ മേലേക്കൂടെ ട്രെയിൻ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് പറയാണ്ടോ അല്ലെങ്കിൽ അത് കാണിക്കാതെയോ പോയാൽ ശരിയാകില്ല. ഞാനിപ്പോൾ കാണിക്കുന്ന ട്രെയിനുകൾ എല്ലാം 3.5 മിനിറ്റിൽ പാസ് ചെയ്തതാണ്. ഏകദേശം 5 ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തായാലും അണ്ടർപാസ് വേണം. അഞ്ച് ട്രെയിനിൻ്റെ സൗണ്ട് കണ്ടോ? 5 ട്രെയിനിൻ്റെ സൗണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ട്രെയിനിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അത് എടുക്കണമെങ്കിൽ എനിക്ക് ചിലപ്പോൾ മാസങ്ങൾ വേണ്ടി വരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടൈപ്പിലുള്ള ട്രെയിനിൻ്റെ വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. എല്ലാവർക്കും നന്ദി.
നമസ്കാരം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.